ഹായ് ഗായ്സ്. അപ്പോൾ ബ്രൊമാൻസിൻ്റെ ട്രെയിലർ റിലീസ് ആയതുകൊണ്ട് എത്ര പേര് കണ്ടോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. എടുത്ത് കണ്ടു നോക്കുക. ജേണി ഓഫ് 18+ഉം പിന്നെ ജോ ആൻഡ് ജോ സമാധാന പുസ്തകം അങ്ങനെ കുറച്ച് പടത്തിനൊക്കെ ശേഷം മരണ്ടി ജോസ് ചെയ്യണ പടമാണ്. അതായത് കോമഡി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാൾ തന്നെയാണ് പുള്ളിക്കാരൻ. പക്ഷേ എന്തൊക്കെ ചെറിയൊരു അപാകതകൾ കൊണ്ടിട്ട് ജേണി ഓഫ് ലവ് 18 അത് കുറച്ച് ഇങ്ങനെ തട്ടിപ്പോയി. പിന്നെ ആ സമയത്തൊക്കെ നല്ല ഫിലിംസ് ഓടുന്ന സമയം കൂടി ആയിരുന്നതുകൊണ്ട് അത് ഓടിയില്ല. നമുക്ക് OTT ആണ് ഞാൻ കണ്ടത്. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ നോട്ടി പ്രൊഫസർ ബാബുരാജിനെ വെച്ച് എടുത്ത പടം അത് അത്ര അങ്ങോട്ട് ക്ലിക്കായില്ല. പിന്നെ ലവ് ആക്ഷൻ ഡ്രാമ ചെറിയൊരു ഫ്ലോപ്പായി പോയി. ഇത്ര ലേഡി സൂപ്പർ സ്റ്റാർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോയി പോട്ടെ. അപ്പോൾ അടുത്ത പടം സ്റ്റാർട്ട് ചെയ്യണം. താമസിച്ചതിന് റിലീസ് ആവുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ട്രെയിലർ ഒന്ന് കണ്ടു കേട്ടോ. വേർ ഇസ് ദ ട്രെയിലർ? ഹലോ ഹലോ ബിന്ദു അല്ലേ? അതെ, ഞാൻ ഷബീർ. ആ കാണാ ബ്രോ. അർജന്റീന കൊച്ചിയിലേക്ക് വരാമോ? എന്തുപറ്റി? ഇൻട്രൊഡക്ഷൻ തന്നെ അർജുന ശിവന്റെ ആ ഒരു രോമാഞ്ചത്തിലെ സൗണ്ട് നല്ല രസമുണ്ട്. പക്ഷേ ഞാൻ ഒരിടം കണ്ടാണ് ട്രെയിലർ. നിങ്ങളും കണ്ടിട്ട് പറയാം. എനിക്കിത് വിലയിരുത്തിയിട്ട് തോന്നിയത് ഒരു 3.54 താഴെ കൊടുക്കാൻ തോന്നുന്നുണ്ട് എന്തായാലും. നല്ല രീതിയിൽ ബീറ്റൊക്കെ ഇട്ടിട്ട് സ്റ്റാർട്ടിങ് തന്നെ ആ ഒരു ആൾക്കാരെ ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ വേണം. നമ്മൾ അത്യാവശ്യം മനസ്സ് ഈ കോമഡി മൂവി എന്നൊക്കെ പറയുന്നിടത്ത് ഒരു ഫീലിംഗ് ആയിരിക്കണം. എന്ത് രസമായിട്ടുള്ള ഒരു ചെയ്തേക്കണത്. പണ്ടൊക്കെ അശ്വതി അച്ചുമാരായിരുന്നു തിയേറ്ററിൽ വെച്ച്, ഇപ്പൊ ഐശുമാരായോ തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഐശ്വര്യയുടെ ക്യാരക്ടർ ചെയ്തേക്കണ മഹിമ വേറെ ലെവൽ കേട്ടോ. നല്ല ഇന്നത് കാസർഗോഡ് സ്ലാങ് ആണെന്ന് തോന്നണം എൻ്റെ അകത്ത് പറഞ്ഞ പുള്ളിക്കാരത്തിയുടെ. മെൻസന്മാരാ നിങ്ങൾ, മെൻസന്മാരാ. എല്ലാം ഉണ്ട്. ചൊവ്വാഞ്ചല്ല അതേ ക്രൂ ആണ് എടുത്തേക്കണെന്ന് തോന്നുന്നു. കോമഡിക്ക് പറ്റിയ ക്രൂ ആണ്. നമ്മൾ ഡേവിസും ഉണ്ട് ഇതിനകത്ത്. ജോയിൻ്റെ സെയിം സംഭവം ഓർക്കണല്ലേ നിങ്ങൾ? മറ്റേ ലവ് ലെറ്റർ പോക്കാൻ വേണ്ടി സെയിം തീം എടുത്ത് ചാമ്പ്യൻ ഉണ്ട്. ഓ വേറെ ലെവലട്ടാ പടം. മസ്റ്റായിട്ടും കാണാനുള്ള മുതലുണ്ട് ഇതിൻ്റെ അത്. എടാ ഇതിന്റെ ഷൂട്ടിങ്ങിലാണെന്ന് തോന്നുന്നു ഇവര് ആക്സിഡന്റ് ആയത്. ആ സീൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എറണാകുളത്തിട്ട് ചാമ്പിയായിട്ട് വണ്ടി മറിഞ്ഞ അമൽ ലൈഫ് വീട്ടിലായിട്ട് പെട്ടിയിലായിട്ട് കുറച്ചാൾ മാറിക്കിടന്ന് വെച്ചത് ഇതാണെന്ന് തോന്നുന്നു. ഞാൻ ഫിക്സ് ചെയ്ത് ഈ പടം തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. വൈബാണ് കേട്ടോ, മസ്റ്റ് വൈബ്. റൊമാൻസ് സ്റ്റൈൽ മസ്റ്റ് വാച്ചാണ്. കണ്ടോ, നിങ്ങൾ ധൈര്യമായിട്ട് പോയി കണ്ടോ, ഇത് ഹിറ്റാവും. ബെസ്റ്റ് വിഷസ് ബ്രോ, അരുൺ ബ്രോ. എന്തായാലും കൊള്ളാം. ബ്രോ ഇറങ്ങേണ്ട ഡേറ്റ് നോക്ക്, February 14th. അപ്പോൾ എന്തായാലും ഒന്നാഴ്ച ഫിക്സ്ഡ് ആണ്. ഞാൻ ഫിക്സ് ആണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് പോയി കാണാൻ നോക്കുക. തിയേറ്റർ മിസ് ചെയ്യേണ്ട. ഈ വർഷത്തെ ഫസ്റ്റ് കോമഡി എൻ്റർടൈനർ ആയിക്കട്ടെ. ആവും. ബൈ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇടണം.